എൻ്റെ പേര് ആൻ പൗളിന ഷാനറ്റ്. ഞങ്ങളിവിടെ മൂഴിക്കിലാണ് താമസിക്കുന്നത്. ജനുവരി 30 ചെക്കപ്പിനായിട്ട് വന്നതാണ് ഞങ്ങള്. അപ്പൊ ആ സമയത്ത് എനിക്ക് പ്രഷർ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഷർ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ ചെക്കപ്പ് എനിക്ക് 4 ദിവസം കൂടുമ്പം എടുക്കാറുണ്ട്. ഡോക്ടർ ഇന്ദിരയാണ് എന്നെ നോക്കുന്ന ഡോക്ടർ. അപ്പോൾ ഡോക്ടർ അന്നത്തെ ദിവസം ഡോക്ടർ ചെക്കപ്പിന് വന്ന സമയത്ത് സ്കാൻ ചെയ്യാൻ പറയുകയും അന്ന് സ്കാൻ ചെയ്ത സമയത്ത് കുട്ടിയുടെ ആംപ്ലിക്കോട്ടിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആവുകയും ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ അതും സ്റ്റോപ്പായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഡോക്ടർ പെട്ടെന്ന് തന്നെ സെറിഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം കുട്ടിയുടെ ബർത്ത് വെയിറ്റ് വളരെ കുറവായിട്ടാണ് സ്കാനിങ്ങിൽ കണ്ടത്. അപ്പോൾ സ്കാനിങ്ങിൽ കണ്ടപ്പോൾ ഡോക്ടർ തന്നെ നിയോനറ്റോളജിസ്റ്റുകളുമായിട്ട് സംസാരിച്ച് അവരത് കുട്ടീനെ റിസീവ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ മനസ്സുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുങ്ങി സർജറിക്ക് തയ്യാറായി. അങ്ങനെ 1-ാം തീയതി സർജറി നടത്തുകയും കുട്ടീനെ ഇവിടുത്തെ NICU വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളാരും കുട്ടീനെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നിയോനറ്റോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കുട്ടീനെ നോക്കിയതും അവന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും എല്ലാം നടത്തിയത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡോക്ടേഴ്സ് തുടക്കം മുതൽ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇൻഫെക്ഷന്റെ സാധ്യതകളെ കുറിച്ചും. കാരണം അത്രമാത്രം വെയിറ്റ് അവന് കുറവായിരുന്നു. 840 ഗ്രാം മാത്രമായിരുന്നു അവനുണ്ടായ സമയത്ത് അവനുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻഫെക്ഷന്റെ സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. അത് കാരണം തന്നെ ഞങ്ങൾക്ക് ആർക്കും തന്നെ കുട്ടീനെ കാണാനോ ഞങ്ങൾ ആരും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓരോ ദിവസവും അവന്റെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും ഓരോ ദിവസം അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാതും ഞങ്ങളോട് ഷെയർ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ കുട്ടീനെ നോക്കുന്ന നഴ്സുമാരെല്ലാം അവർ സ്വന്തം മക്കളെ നോക്കുന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കാരണം അത്രമാത്രം അവര് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടീനെ. എന്താ പറയാ, സ്വന്തം കുഞ്ഞിനെ അമ്മ എങ്ങനെ നോക്കുന്നു അതേപോലെയായിരുന്നു ഓരോ സ്റ്റാഫും അവിടുത്തെ NICU സ്റ്റാഫുകള് മോനെ നോക്കിക്കൊണ്ടിരുന്നത്. 1.5 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലായിട്ട് ഇന്നിപ്പോ ഞങ്ങൾ ഡിസ്ചാർജ് ആവുകയാണ്. ഇത്രയും ദിവസം ഞങ്ങളുടെ മോനെ നോക്കിയ ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫിനും ഹോസ്പിറ്റലിനും നന്ദി പറഞ്ഞു. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദിര, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, നിർമ്മല ഹോസ്പിറ്റൽ. ആൻ പൗളീന 2ാമത്തെ ഗർഭത്തിന് ആദ്യ മാസങ്ങൾ തൊട്ട് എന്നെ കാണിക്കുവാൻ വരുമായിരുന്നു. റെഗുലറായിട്ട് എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യാൻ വരുമായിരുന്നു. 26 ആഴ്ച കഴിഞ്ഞപ്പോൾ ബ്ലഡ് പ്രഷർ കുറച്ച് കൂടുകയും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 28 ആഴ്ചയിൽ ചെക്കപ്പിന് വന്നപ്പോൾ BP വളരെ കൂടുതലായി കാണുകയും അൾട്രാസൗണ്ട് എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അൾട്രാസൗണ്ടിൽ ഡോപ്ലർ സ്റ്റഡി ചെയ്തപ്പോൾ അതിൽ കുട്ടിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറഞ്ഞു കാണുകയും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കുറഞ്ഞു കാണുകയും ചെയ്തു. BP കുറച്ച് നന്നായി കൂടിക്കണ്ടു. അതുകൊണ്ട് ഫാമിലിയോടും നിയോനാറ്റോളജിസ്റ്റിനോടും ഡിസ്കസ് ചെയ്തുകൊണ്ട് എമർജൻസി സിസേറിയൻ തീരുമാനിച്ചു. കുട്ടിയുടെ വെയിറ്റ് 850 ഗ്രാം ആയിരുന്നു. കുട്ടിയെ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള നിയോനാറ്റോളജിസ്റ്റ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ ഡോക്ടർ ഷർഫിയ, നിർമ്മല ഹോസ്പിറ്റലിലെ നിയോനറ്റോളജി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. ബേബി ഓഫ് ആൻ പൗളീനയുടെ കാര്യത്തിൽ ഡോക്ടർ ഇന്ദിര ഡിസ്കസ് ചെയ്തതുപോലെ എമർജൻസി CSN ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നിയോനറ്റോളജി യൂണിറ്റിലോട്ട് ബേബി റിസീവ് ചെയ്യുമ്പോൾ 840 ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്തു. ജനിച്ച ഉടനെ തന്നെ എല്ലാം ഇമ്മച്യൂരിറ്റി കാരണം ബേബിക്ക് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യം വന്നു. നമ്മുടെ ടീം വർക്കിനെ യൂണിറ്റിലെ ടീം വർക്കിന്റെ ഫലമായിട്ട് ബേബിയെ സാവധാനം മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ നിന്ന് CPAP-ൽ നിന്ന് റൂം എയറിലോട്ടും പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിച്ചു. അങ്ങനെ 50 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ബേബി 1.5 kg ആയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അമ്മയും കുഞ്ഞിപ്പോൾ സുഖമായിട്ട് ഇരിക്കുന്നു.